നേരിടുക എന്നുള്ള നിലപാടെടുക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞാൽ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കുക. ആരോപണം ഉന്നയിക്കുന്നു? ആരൊക്കെ എതിരായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടുള്ളത്? കേജ്രിവാളിന്റെ കേസ് നടക്കുകയല്ലേ ഇപ്പോഴും? കേജ്രിവാളിന്റെ കേസ് എവിടെ അവസാനിച്ച്? എന്നാരാ പറയുന്നത്? ഒരു കണക്കും പുറത്തു വന്നിട്ടില്ല അങ്ങനത്തെ. ഇതൊക്കെ നിങ്ങളുടെ ധാരണയാണ്. നിങ്ങൾ CPM-ന്റെ പ്രചരണം നിങ്ങൾ ഏറ്റെടുക്കണ്ട. കാര്യം ഒരു കേസ് നടക്കുമ്പോൾ കോടതികളിൽ നിങ്ങൾ ഇന്നത്തെ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഹൈക്കോടതി ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ED-ക്ക് അനുവാദം കൊടുത്തു. അത് വായിച്ചോ പത്രത്തിൽ? ഇന്നലെ കേരള ഹൈക്കോടതി എടുത്തൊരു തീരുമാനമാണ്. അപ്പം സ്വാഭാവികമായിട്ട് ED മുന്നോട്ട് പോകും. ഡീലെന്ന് പറയാൻ കാരണം ഇന്നലെ മുഖ്യമന്ത്രി PM-നെ കാണുന്നു, അമിത്ഷായെ കാണുന്നു. ഇന്ന് രാവിലെ ഉടനെ തന്നെ എല്ലാവരും ഇറങ്ങി പുറപ്പെടുക. CPM-ന് കേന്ദ്ര ഭരണത്തിന്റെ ഭാഗമായിട്ട് ഇതുവരെ ഇരിക്കാത്തത് കൊണ്ട് അവർക്ക് നമ്മുടെ നാട്ടിലെ ഈ അന്വേഷണ ഏജൻസികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് ധാരണയില്ല. ആ ധാരണയില്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ ബാലിശമായിട്ട് അവർ ആലോചിക്കുന്നത്. അവർ ആ തലത്തിലേക്ക് എത്തണം. അറിയില്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ മിണ്ടാതിരിക്കണം. കേരള പോലീസുകാരനെ വിളിച്ചിട്ട് ഈ രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞില്ലേ, അതുപോലെയാണ് ED പ്രവർത്തിക്കുന്നത് എന്നുള്ള ധാരണയാണ് CPM-കാർക്ക്. അങ്ങനെയല്ല. കേരള പോലീസുകാരോട് പോയിട്ടടിക്ക് എന്ന് പറഞ്ഞതുപോലെ ED-യോട് പോയിട്ട് റെഡി എന്ന് പറഞ്ഞാൽ ED 12 സ്ഥലങ്ങളിൽ പോയി റെഡി എന്നതല്ല. ED-ക്ക് അതിൻ്റെതായിട്ടുള്ള രീതികൾ. എൻ്റെ സുഹൃത്തെ പറയുന്നത് കേൾക്കുന്നത്. അതായത് 3 കോടതികൾ, കേരള ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി, ബാംഗ്ലൂർ ഹൈക്കോടതി, ഈ കോടതികളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളും കേരള സർക്കാർ ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള തടസ്സവാദങ്ങൾ, ആ തടസ്സവാദങ്ങൾ മറികടന്നിട്ടേ അന്വേഷണം നടത്താൻ പറ്റുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.